BJP നേതൃത്വത്തിന് വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. ലോക്സഭയിൽ പ്രിയങ്ക ഗാന്ധി എത്തിയ നിമിഷം മുതൽ തന്നെ എങ്ങനെ അവരെ സസ്പെൻഡ് ചെയ്യാം, എങ്ങനെ അവരെ അയോഗ്യയാക്കാം, എങ്ങനെ രാഹുൽ ഗാന്ധിക്കെതിരെ വലിയ രീതിയിൽ നിയമയുദ്ധം നടത്തി അദ്ദേഹത്തിന്റെ MP സ്ഥാനം റദ്ദാക്കാം, ഇതൊക്കെയായിരുന്നു കൃത്യമായി ഗവേഷണം നടത്തിക്കൊണ്ടിരുന്നത്. അല്ലാതെ ഈ രാജ്യത്തിന്റെ സുരക്ഷയെ ബാധിക്കുന്ന വിഷയങ്ങളെ പറ്റിയോ രാജ്യത്തിന്റെ പുരോഗതിയെ ബാധിക്കുന്ന സംഭവത്തിനെ പറ്റിയോ കോർപ്പറേറ്റ് ഭീമന്മാർ കൊള്ളയടിച്ച് നാട് കുട്ടിച്ചോറാക്കുന്നതിനെ പറ്റിയൊന്നും അവർക്ക് വേവലാതിയില്ല. 140 കോടി ഇന്ത്യൻ ജനതയെക്കുറിച്ച് അവർക്ക് വേവലാതിയില്ല. അതുകൊണ്ടാണ് പ്രിയങ്ക ഗാന്ധി പറഞ്ഞത്, ഈ തട്ടിക്കൊള്ളിച്ച സർക്കാർ, കേവല ഭൂരിപക്ഷമില്ലാത്ത BJPയുടെ ഈ തട്ടിക്കൊള്ളിച്ച സർക്കാർ 5 കൊല്ലം പോയിട്ട് 1 കൊല്ലം പോലും തികക്കില്ല. 2025 ഒരു രാജി ഉണ്ടാകും. നരേന്ദ്രമോദിയുടെ അവസാനം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. 75 വയസ്സ് തികയുന്ന ഒരു വ്യക്തിയെ ബൈലാ പ്രകാരം BJP പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് നീക്കേണ്ടതാണ്. നരേന്ദ്രമോദിക്ക് എക്സെപ്ഷൻ ഒന്നുമില്ല. നരേന്ദ്രമോദി BJPക്ക് അതീതനുമല്ല. ലാൽകൃഷ്ണ അദ്വാനിയെയും മുരളി മനോഹർ ജോഷിയെയും ഒക്കെ ഒതുക്കി എല്ലാം തന്റെ മക്കളാണെന്ന് അഹങ്കരിക്കുന്ന മോദി ഷാമാരെ നിലക്കി നിർത്താൻ BJPക്കുള്ളിൽ തന്നെ പടക്കോപ്പ് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഗഡ്കരിയാണ് അതിന്റെ ബാറ്റൺ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. കൃത്യമായും പ്രിയങ്ക ഗാന്ധി പറഞ്ഞിരിക്കുന്നു, 1 കൊല്ലത്തിനകം 1 ഇന്ത്യ 1 ഇലക്ഷൻ അല്ല, 1 ഇന്ത്യ വീണ്ടും ഇലക്ഷൻ, ന്യൂ ഇലക്ഷൻ ഇൻ ഇന്ത്യ, അതിനുള്ള സമയമായി കഴിഞ്ഞിരിക്കുന്നു. ഇന്ത്യൻ പാർലമെന്റിലേക്ക് വീണ്ടും ജനാധിപത്യത്തിന്റെ തെരഞ്ഞെടുപ്പ് നടക്കും. കള്ളക്കളികൾ കളിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തൂത്തെറിയാൻ നിർണായക വിധി സുപ്രീം കോടതിയിൽ നിന്നും ഉണ്ടാകാനുള്ള ചരിത്ര നീക്കത്തിന് വേണ്ടി രാഹുൽ ഗാന്ധി സാക്ഷ്യം വഹിക്കുകയാണ്. ഇതൊരു ഡു ഓർ ഡൈ മാച്ചാണ്, ഇതൊരു പോരാട്ടമാണ്. ഈ പോരാട്ടത്തിൽ വിജയിച്ചേ തീരൂ. BJPയുടെ കള്ളക്കളികൾ പൊളിച്ചടിക്കുക, എങ്ങും വർഗീയത വിഷം തുപ്പുന്ന മാലിന്യം മാത്രം വമിപ്പിക്കുന്ന രീതിയിൽ വിദ്യുത്സഹമായ പ്രസംഗം നടത്തി ജനങ്ങളെ തമ്മിലടിപ്പിച്ച് ഭിന്നിപ്പിച്ച് രക്തമൂറ്റി കുടിക്കുന്നവരെ പിഴുതെറിയാൻ കിട്ടിയ സുവർണ അവസരമാണിതെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ത്യൻ ഭരണഘടനയെ ഭേദഗതി ചെയ്ത് കളയും, വലിച്ചു കീറിക്കളയും. അംബേദ്കറെ പേര് പോലും ഉച്ചരിക്കരുത്, അതിനു പകരം ദൈവത്തിനെ വിചാരിക്കൂ, നിങ്ങൾക്ക് സ്വർഗമെങ്കിലും കിട്ടുമെന്ന് പറഞ്ഞ് ജനങ്ങളെ സ്വർഗത്തിലെത്തിച്ചു കളയുമെന്ന് പറഞ്ഞ് കൊലവിളി നടത്തുന്നവർക്ക് മറുപടി കൊടുക്കാനാണ് പ്രിയങ്കയുടെ ചരിത്ര ദൗത്യം.